എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ ഗോകു അവനാണെങ്കിൽ അവന്റെ ആ ഒരു ഡിവൈസ് റെഡിയാക്കാനായിട്ട് ഇപ്പൊ മൊൽമയുടെ അടുത്തേക്ക് വന്നിരിക്കുകയാണ്. മൊൽമയാണെങ്കിൽ ഗോകുവിനെ രണ്ട് കൈയും നീട്ടി സ്വീകരിച്ച് ഇപ്പൊ അവൻ ആവശ്യമായിട്ടുള്ള ഹെൽപ്പ് എല്ലാം ചെയ്തു കൊടുക്കും. ആ റഡാർ അത് ബാക്ക് ടു നോർമൽ ആക്കി മാറ്റി അവളും അവനും ഇപ്പൊ ആ സിറ്റി കാണാൻ ഇറങ്ങിയിരിക്കുകയാണ്. ഇത് കാണുന്നതിനിടയിൽ ഗോകു ആണെങ്കിൽ ഹാൻസം ബോയുടെ ടീമിന്റെ അടുത്തേക്ക് വരും. ഹാൻസം ബോയ് ആണെങ്കിൽ ഇപ്പോ ഇതിനോടുള്ള ദേഷ്യത്തിലും പരിഭവത്തിലും അവളെ മോശമായിട്ട് സംസാരിക്കുന്നത് കേട്ട് ഒരുപാട് ദേഷ്യം തോന്നിയ മൊൽമ അവൾ പുറത്തേക്ക് വരും. ഹാൻസം ബോയ്ക്കാണെങ്കിൽ അത് കണ്ട് ഭയങ്കര ഒരു ഞെട്ടൽ. അവനാണെങ്കിൽ അവളുടെ പിന്നാലെ പോയി അവളോട് മാപ്പ് പറയാണ്. അത് കേൾക്കുമ്പോൾ അവളുടെ മനസ്സ് അതൊരല്പം അലിയും. അമ്മയെ ചൊടിപ്പിക്കുന്നത് മറ്റൊന്നുമല്ല, അവൾ ഒഴിച്ച് ബാക്കി എല്ലാ ഗേൾസും അവന്റെ പിന്നാലെ ഒലിപ്പിച്ച് നടക്കുകയാണ്. അതാണ് ബുൽമയ്ക്ക് അവനോടുള്ള ഏറ്റവും വലിയ ദേഷ്യം. അങ്ങനെ അവരെല്ലാവരും ഇപ്പൊ ഹാപ്പി ആയിട്ട് അടുത്തുള്ള ആ വലിയ അമ്യൂസ്മെന്റ് പാർക്ക് അത് ലക്ഷ്യമാക്കി പോവാണ്. അവര് പോലും ഓടുന്ന അങ്ങനെ സൂം ഔട്ട് ചെയ്ത ആ വില്ലത്തി പെണ്ണും രണ്ട് കള്ളന്മാരും അവരാണെങ്കിൽ നമ്മുടെ ആൾക്കാർ അറിയാതെ അവരെ ഫോളോ ചെയ്ത് വരികയാണ്. ആ വില്ലത്തിയുടെ ലക്ഷ്യം ഗോകു ആണ്. വില്ലത്തിയാണെങ്കിൽ ഗോകുവിനെ അട്ടിമുടിയോ നോക്കും. ഓ, ഇവനാണ് സാക്ഷാൽ ഗോകു. തീർച്ചയായിട്ടും ഇവൻ എനിക്കൊരു ഇരയേ അല്ല. തീർച്ചയായിട്ടും ഇവനെ സിമ്പിളായിട്ട് ഞാൻ തോൽപ്പിച്ച് അവന്റെ കയ്യിലുള്ള ഡ്രാഗൺ ബോൾസ് അത് ഞാൻ സ്വന്തമാക്കും. അതിനുശേഷം എനിക്ക് കിട്ടാൻ പോകുന്ന ആ ഭീമൻ റെമ്യൂണറേഷൻ ചോദിച്ച് ഞാൻ അടിച്ചു പൊളിക്കുമെന്ന് പറഞ്ഞ് അവളും ആ കള്ളന്മാരും അവരാണെങ്കിൽ നമ്മുടെ ആൾക്കാരെ ഫോളോ ചെയ്ത് അവരുടെ പിന്നാലെ പോകും. ഇവിടെ ഗോകു ആണെങ്കിൽ ആദ്യമായിട്ട് എസ്കലേറ്ററിൽ കയറിയ സന്തോഷത്തിൽ അവൻ തുള്ളിച്ചാടുകയാണ്. അവൻ തുള്ളി ഇപ്പൊ ആ പന്നിക്കുട്ടനെ ഇടിച്ചിടും. അതിനുശേഷം അടുത്ത കാഴ്ചകളൊക്കെ കണ്ട് അവര് ടിക്കറ്റ് കൗണ്ടറിലെത്തും. അങ്ങനെയാണെങ്കിൽ അവരുടെ എല്ലാവരുടെയും ടിക്കറ്റ്സ് കൊടുത്ത് അകത്തേക്ക് കടന്നു പോകും. അതേസമയം ആ വില്ലത്തി അവളാണെങ്കിൽ ഇവിടേക്ക് വന്ന മറ്റു കുറച്ച് ടൂറിസ്റ്റുകളുടെ ടിക്കറ്റ്സ് നൈസായിട്ട് അടിച്ചു മാറ്റും. അതിനുശേഷം അതുപയോഗിച്ച് അവർ 3 പേരും അകത്തേക്ക് കടന്നു പോവാണ്. ആ ടൂറിസ്റ്റുകളാണെങ്കിൽ ടിക്കറ്റ്സ് കാണാതെ വണ്ടടിച്ച് അങ്ങനെ നിൽക്കും. ഇവിടെ കള്ളന്മാർക്കാണെങ്കിൽ അവളുടെ പെർഫോമൻസ് കണ്ട് ഭയങ്കര അത്ഭുതം. വാവ്, നീ ശരിക്കും അടിച്ച കള്ളി തന്നെ. കള്ളന്മാർക്ക് നീ ശരിക്കും ഒരു അഭിമാനമാണ്. ആക്ച്വലി നിന്റെ ഇത്രയും കഴിവ് ഞങ്ങൾക്കുണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ പണ്ടേ വേറെ ലെവലായിരുന്നേനെ. ഇത്രയും കഴിവും പവറും ഒക്കെ ഉള്ള നിനക്ക് ഈസി ആയിട്ട് ആ 2 ബോളുകൾ ആ ചെറിയ പയ്യന്റെ കയ്യിൽ നിന്ന് അടിച്ചു മാറ്റാനായിട്ട് കഴിയും. അത് അടിച്ചു മാറ്റി കഴിഞ്ഞാൽ ഞങ്ങൾക്കും എന്തെങ്കിലുമൊക്കെ തരണം. മാത്രമല്ല നിന്റെ ഈ ടെക്നിക്സിൽ കുറച്ചൊക്കെ ഞങ്ങൾക്ക് പഠിപ്പിച്ചും തരണം. അത് കേട്ട് അവൾ ചിരിക്കും. ഇവിടെ നമ്മുടെ ആൾക്കാരാണെങ്കിൽ ഓരോരോ റൈഡിൽ കയറി അങ്ങനെ ആസ്വദിക്കുകയാണ്. ആ വില്ലത്തിയാണെങ്കിൽ ഇപ്പൊ ഗോകുവിനെ എയിം ചെയ്ത് ഒരു കല്ല് വലിച്ചെറിയും. അടുത്ത നിമിഷം ഗോകു ആണെങ്കിൽ അത് ക്യാച്ച് ചെയ്യാണ്. അതിനുശേഷം അവൻ പന്നിക്കുട്ടനോട് പറയും, ആരോ ഇവിടെ എന്നെ വാച്ച് ചെയ്യുന്നുണ്ട്. ഇതാരോ എനിക്ക് നേരെ എറിഞ്ഞ കല്ലാണ്. അവൻ ചുറ്റും നോക്കും, പക്ഷെ അൺയൂഷ്വൽ ആയിട്ട് ആരെയും കാണാൻ കഴിയില്ല. ഇവിടെ ആ കള്ളന്മാര് ആ കള്ളിയോട് പറയും, നമ്മൾ കരുതും പോലെ ഇത് അത്ര എളുപ്പമല്ല. അവൻ അല്പം ബുദ്ധിമാനാണ്. വളരെയധികം സൂക്ഷിച്ചു വേണം അവനോട് ഏറ്റുമുട്ടാൻ. അതല്ല എങ്കിൽ തീർച്ചയായിട്ടും 8ന്റെ പണി അതവൻ തരും. അവളാണെങ്കിൽ ക്യാഷ്വലായിട്ട് പറയും, അവൻ എനിക്കൊരു ഇരയല്ല. അവന് സ്ട്രെങ്ത് കൂടുതലാണെങ്കിൽ എനിക്ക് ബ്രെയിൻ കൂടുതലാണെന്ന് പറഞ്ഞ് അവള് കാര്യമായിട്ട് അവരോട് എന്തൊക്കെയോ പറഞ്ഞ് പ്ലാൻ ചെയ്യും. ഗോകുവും ഫ്രണ്ട്സും ആണെങ്കിൽ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാണ്. അവർ ഓരോരോ റൈഡിൽ മാറി മാറി കയറും. കുതിരപ്പുറത്തും തീവണ്ടിയിലും ഓരോരോ റൈഡിലൊക്കെ മാറി മാറി കയറി എൻജോയ് ചെയ്യാണ്. മറ്റൊരു ഭാഗത്ത് പന്നിക്കുട്ടനും പോയും അവർ രണ്ടുപേരും ഒരുപാട് വിഷമത്തിൽ പരസ്പരം അവരുടെ വിഷമങ്ങൾ ഷെയർ ചെയ്യാണ്. അപ്പൊ ദൂരത്തായിട്ട് മുൽമ അവരെന്താണോ പറയുന്നതെന്ന് അറിയാനായിട്ട് നൈസായിട്ട് അവിടെ വന്ന് ഒളിഞ്ഞു നിൽക്കും. അങ്ങനെ ഗോകു ആണെങ്കിൽ അവിടേക്ക് ഓടി വരും. അതിനുശേഷം പന്നിക്കുട്ടന്റെ കയ്യിലുള്ള ഐസ്ക്രീം അത് തട്ടിയെടുക്കാനായിട്ട് ശ്രമിക്കും. പന്നിക്കുട്ടൻ ദേഷ്യപ്പെട്ട് പറയും, ഒരു കാരണവശാലും ഞാൻ തരില്ല, ഇത് എന്റേതാണ്, ഇതെനിക്ക് മാത്രം ഉള്ളതാണ്. ഗോകു ആണെങ്കിൽ പന്നിക്കുട്ടന്റെ പിന്നാലെ ഓടി അത് പിടിച്ചു മേടിക്കാൻ നോക്കും. അപ്പോഴായിരിക്കും ഒരു പെൺകുട്ടി നിലവിളിക്കുന്ന ശബ്ദം അവർ കേൾക്കുക. നമ്മുടെ ആൾക്കാരെല്ലാവരും ഷോക്കായി ആ നിലവിളി ശബ്ദം കേട്ട ഭാഗത്തേക്ക് ഓടിയെത്തും. അത് മറ്റാരുമല്ല, ആ കള്ളന്മാരും കള്ളിയും. ആ ഗോകുയെ ട്രാപ്പ് ചെയ്യാനായിട്ട് ഒരു ഓസ്കാർ ആക്ടിംഗ് ഒക്കെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഗോകു ആണെങ്കിൽ ഇപ്പൊ ആ കള്ളന്മാരോട് വിളിച്ചു പറയും, മര്യാദയ്ക്ക് ആ പെണ്ണിനെ വെറുതെ വിട്. അവരാണെങ്കിൽ കള്ളിപ്പെണ്ണിനെ അവിടെ ഇട്ടിട്ട് ഉഷാറായിട്ട് ഓടി ദൂരേക്ക് പോകും. നമ്മുടെ ആൾക്കാർ അവളെ താങ്ങിയെടുക്കും. ഗോകു അവളോട് ചോദിക്കും, ഹലോ മാഡം, നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ, നിങ്ങൾ ഓക്കെ അല്ലേ? അതിനവൾ കണ്ണു തുറന്ന് പറയും, ഐ എം സോറി, ഞാൻ കാരണം നിങ്ങൾക്ക് ബുദ്ധിമുട്ടായല്ലേ? ആരൊക്കെയോ ചേർന്ന് എന്നെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചു. കറക്റ്റ് സമയത്ത് വന്നതുകൊണ്ടാണ് എന്നെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞതെന്ന് പറഞ്ഞ് അവൾ അങ്ങനെ ഗോകുവിനെ തന്നെ നോക്കും. ഗോകു ആണെങ്കിൽ അവളെ സൂക്ഷിച്ചു നോക്കി അവന്റെ ഫ്രണ്ട്സിനോട് പറയും, അവളുടെ നെറ്റിയിൽ വലിയൊരു മറുക്, ഇത്രയും വലിയ മറുക് ഞാൻ കണ്ടിട്ടില്ല. അത് കേട്ട് അവളുടെ ബോധം പോയി അവൾ താഴേക്ക് വീഴും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത അവളാണെങ്കിൽ ഇപ്പോൾ വലിയൊരു സ്റ്റോണിന്റെ അടുത്തേക്ക് നമ്മുടെ ആൾക്കാരെ കൊണ്ടുവരും. അതിനുശേഷം നമ്മുടെ ആൾക്കാരോട് പറയും, ഞാൻ ഫ്യൂച്ചറും പാസ്റ്റും ഒക്കെ പ്രവചിക്കുന്ന ഒരാളാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ഫ്യൂച്ചർ എന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം. അത് കേട്ട് നമ്മുടെ ആൾക്കാർക്കാണെങ്കിൽ ഭയങ്കര അത്ഭുതം. ഗോകു ആണെങ്കിൽ അവന്റെ പാസ്റ്റിനെ കുറിച്ച് ചോദിക്കും. അവൾക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ് അവൾ നൈസായിട്ട് ഇപ്പൊ നമ്മുടെ ആൾക്കാരെ കൺവിൻസ് ചെയ്യും. അതിനുശേഷം അവൾ പറയും, നിന്റെ കയ്യിൽ 2 ബോൾസ് ഇല്ലേ? അത് ശരിക്കും നിന്റെ ഫ്യൂച്ചറിനെ മാറ്റിമറിക്കുന്ന ഒന്നാണ്. അതെനിക്ക് കാണിച്ചു തരികയാണെങ്കിൽ ഞാൻ കൂടുതൽ കാര്യങ്ങൾ പറയാം
കളയാന്ന് പറയും. അത് കേട്ട് ഗോകുവിന് ഭയങ്കര അത്ഭുതം. നീ പറഞ്ഞത് ശരിയാണ്, എന്റെ കയ്യിൽ 2 ബോൾസ് ഉണ്ടെന്ന് പറയും. അവൾക്കാണെങ്കിൽ ഭയങ്കര ആവേശം. അവൾ ആ ബോൾസ് കയ്യിലെടുക്കാനായിട്ട് തയ്യാറാവും. അടുത്ത നിമിഷം നമ്മുടെ ഗോകു അവന്റെ പാൻസ് ഊരി ഓർഗാനിക് ബോൾസ് അവൾക്ക് കാണിച്ചു കൊടുക്കുകയാണ്. അത് കാണേണ്ട താമസം അവൾ ബോധം പോയി അങ്ങനെ അടിച്ച് താഴേക്ക് വീഴും. നമ്മുടെ ആൾക്കാരെല്ലാവരും അത് കണ്ട് വണ്ടടിക്കും. ഇവിടെ എല്ലാവരും ഇപ്പൊ ഗോകുവിനെ നോക്കി കളിയാക്കും. അതെല്ലാവർക്കും ഉള്ള ബോൾസ് ആണ്. നിന്നോട് അവൾ ചോദിച്ചത് ആ ഡ്രാഗൺ ബോളിന്റെ കാര്യമാണ്. അത് കേട്ട് നമ്മുടെ ഗോകു ആണെങ്കിൽ അവന്റെ തലയ്ക്ക് കൊട്ടും. ഓ നോ, ഞാനത് മറന്നുപോയി, അത് ഞാൻ കാണിച്ചു തരാന്ന് പറഞ്ഞ് ഗോകു ആണെങ്കിൽ അവന്റെ കിഴി പുറത്തെടുക്കും. അതിനുശേഷം ആ ഡ്രാഗൺ ബോൾസ് അവൾക്ക് കാണിച്ചു കൊടുക്കുകയാണ്. അവൾക്കാണെങ്കിൽ അത് കാണുമ്പോൾ തന്നെ വല്ലാത്തൊരു ആക്രാന്തം. അവൾ അതിലേക്ക് കണ്ണും ചുമ്മാ നോക്കി നിൽക്കും. അതിനുശേഷം കൈ നീട്ടും. അപ്പോഴായിരിക്കും തൊട്ടു പുറകിൽ നിന്ന് എന്തോ ഒരു ശബ്ദം കേൾക്കുക. ആ കള്ളന്മാര് അവര് കാല് തന്നെ നിലത്ത് വീണ ശബ്ദമായിരിക്കും നമ്മുടെ ആൾക്കാർ കേൾക്കുക. അവളാണെങ്കിൽ തലയ്ക്ക് കൈ കൊടുക്കും. ഗോകു ആണെങ്കിൽ ആ കർട്ടൻ നീക്കി അവിടേക്ക് കടന്നു വരും. ആ ഗ്യാപ്പിൽ ആ 2 കള്ളന്മാരും മുകളിലേക്ക് കയറും. അവരെ കണ്ട് ഗോകു ആണെങ്കിൽ ദേഷ്യപ്പെട്ട് പറയും, ഇത്തവണ നിങ്ങൾ എന്റെ കയ്യിൽ നിന്ന് മിസ്സാവില്ല, തീർച്ചയായിട്ടും നിങ്ങളെ ഞാൻ പിടിക്കുമെന്ന് പറയും. ഹാൻസം ബോയ് ആണെങ്കിൽ അവിടേക്ക് വന്ന് അവന്റെ കയ്യിലുണ്ടായിരുന്ന ഡ്രാഗൺ ബോൾ അത് ഏറ്റുവാങ്ങും. ഗോകുവും ടീമും അവരാണെങ്കിൽ ആ കള്ളന്മാരുടെ പിന്നാലെ പോവാണ്. ഇവിടെ ആ വില്ലത്തിക്ക് ഭയങ്കര സന്തോഷം. യാഹൂ, പ്രോബ്ലം ഇപ്പോൾ കുറെ കൂടെ സോൾവ് ആയിരിക്കുകയാണ്. ആ ഹാൻസം ബോയെ അവൻ എങ്ങനെയെങ്കിലും സെഡ്യൂസ് ചെയ്ത് അത് ഈസി ആയിട്ട് സ്വന്തമാക്കാൻ എന്നെ കൊണ്ട് പറ്റും. ഇപ്പൊ ഗോള് അതെന്റെ കോർട്ടിലാണെന്ന് പറഞ്ഞ് അവൾ നൈസായിട്ട് അവന്റെ അടുത്ത് വളരെ സെഡ്യൂസിങ് ആയിട്ട് സംസാരിക്കാനും ബിഹേവ് ചെയ്യാനും തുടങ്ങും. മറ്റൊരു ഭാഗത്ത് നമ്മുടെ ആൾക്കാർ അവരെല്ലാവരും ചേർന്ന് ഇപ്പൊ ആ കള്ളന്മാർ റൗണ്ട് ചെയ്തിരിക്കുകയാണ്. ഇനി നിങ്ങൾക്ക് രക്ഷപ്പെടാനാവില്ല. അതേസമയം ഇവിടെ ബുൽമയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ആലോചിച്ച് നദിക്കരയിലേക്ക് വരും. ആക്ച്വലി കുറെയൊക്കെ എൻ്റെ മിസ്റ്റേക്കാണ്. ഹാൻസം ബോയ് അവൻ സുന്ദരനായതുകൊണ്ട് തന്നെയാണ് ഒരുപാട് ഗേൾസ് അവന്റെ പിന്നാലെ പോകുന്നത്. അത് അവന്റെ തെറ്റല്ല. എന്റെ കാഴ്ചപ്പാടും അവനോടുള്ള ബിഹേവിയറും അത് ചേഞ്ച് ചെയ്യണം. സോ ഞാൻ തന്നെ പോയി അവനോട് സംസാരിക്കണം, സോറി പറയണം എന്നൊക്കെ ചിന്തിച്ച് അവളിപ്പോൾ അവനെ തേടി പോകും. സമയം ഇവിടെയാണെങ്കിൽ ആ വില്ലത്തി പെണ്ണ് അവളാണെങ്കിൽ നൈസായിട്ട് അവനെ സെഡ്യൂസ് ചെയ്ത് ആ ബോൾസ് എടുക്കാനായിട്ട് ശ്രമിക്കും. ഹാൻസം ബോയ് ആണെങ്കിൽ മാക്സിമം ഇഗ്നോർ ചെയ്ത് പുറകിലേക്ക് വരും. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന വലിയൊരു ബാരൽ അത് താഴേക്ക് വീഴുകയാണ്. അതിൽ നിന്ന് ഒരാൾ പുറത്തേക്ക് വരും. ഉച്ചത്തിൽ വിളിച്ചു പറയും, അവൾ കള്ളിയാണ്, അവൾ എന്നെ കെട്ടിയിട്ടാണ് ഇവിടേക്ക് വന്നത്. അത് കണ്ട് അവൻ ഞെട്ടും. ഹാൻസം ബോയ് ആണെങ്കിൽ അവിടെ നോടാനായിട്ട് ശ്രമിക്കും. അതിനവൾ സ്ക്വാഡ് ഉപയോഗിച്ച് അവനെ പിടിച്ചു വെക്കുകയാണ്. അപ്പൊ ലോങ് ഷോട്ടിലായി ആ കള്ളി പെണ്ണുമായിട്ടുള്ള ഇന്റിമേറ്റ് സീൻസ് അതെല്ലാം തന്നെ കണ്ട നമ്മുടെ ഗുൽമ അവൾ ഫുൾ കലിപ്പിൽ താഴേക്ക് ചാടി വന്ന് വലിയൊരു പെട്ടിയെടുത്ത് ഹാൻസം ബോയുടെ നേർക്ക് വലിച്ചെറിയും. അവനാണെങ്കിൽ കൺട്രോൾ പോയി അടിച്ചു വീഴും. ആ ഗ്യാപ്പില് ആ വില്ലത്തിയാണെങ്കിൽ അവന്റെ കയ്യിലുണ്ടായിരുന്ന ഡ്രാഗൺ ബോള് കൈക്കലാക്കുകയാണ്. ബുൽമയാണെങ്കിൽ ഒരുപാട് വിഷമത്തിൽ അവനെ കുറ്റം പറഞ്ഞ് കാര്യം മനസ്സിലാക്കാതെ കടന്നു പോകും. ഇവിടെ ആ വില്ലത്തി പെണ്ണിന് ഭയങ്കര സന്തോഷം. ഇതിന് നന്ദി പറയേണ്ടത് നിന്റെ ഗേൾ ഫ്രണ്ടിനോടാണ്. അവള് കാരണമാണ് ഇപ്പൊ ഇതെനിക്ക് കിട്ടിയെന്ന് പറഞ്ഞ് അവള് ആ ഒരു ബോൾസ് അതങ്ങനെ മുകളിലേക്ക് ഇട്ട് കളിക്കും. അതിനുശേഷം അവള് ഹാൻസം ബോയെ കെട്ടിയിട്ട് ഇപ്പൊ അവിടെ ഒരു ബോംബ് ഫിക്സ് ചെയ്യാണ്. അവൾ അവനോട് പറയും, നിന്റെ അത്രയും നല്ല സ്വഭാവമുള്ള ഒരാളെ ഞാൻ കണ്ടിട്ടില്ല. ഗുൽമ പെണ്ണ് അവൾ ശരിക്കും ഒരു വിഡ്ഢിയാണ്. നിങ്ങളെല്ലാവരും ഇപ്പൊ ഇവിടെ കത്തിച്ചാമ്പലാവാൻ പോവാണ്. ഞാൻ ഓൾറെഡി ഇവിടെ ഒരു ബോംബ് സെറ്റ് ചെയ്തിട്ടുണ്ട്, അതിന്റെ റിമോട്ടാണ് ഇത് എന്ന് പറഞ്ഞ് ആണെങ്കിൽ അതിൽ ടൈം സെറ്റ് ചെയ്യും. എന്റെ ലക്ഷ്യം കൂടുതൽ പണം ഉണ്ടാക്കുക എന്നത് മാത്രമാണ്. ഈ ഡ്രാഗൺ ബോൾസും ആ ചെക്കനെയും ഡ്രാഗൺ ബോൾസ് കണ്ടെത്തി ആ ചെക്കനെ കൊന്നുകളയാണെങ്കിൽ എനിക്ക് മോശമില്ലാത്ത നല്ലൊരു എമൗണ്ട് കിട്ടും. അതിനുവേണ്ടിയാണ് ഞാൻ ഇതൊക്കെ ചെയ്തത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു മരണം ആശംസിക്കുന്നു എന്ന് പറഞ്ഞ് അവൾ അവളുടെ ഫ്ലൈറ്റ് എടുത്ത് അവിടെ നിന്ന് കടന്നു പോകും. അടുത്ത നിമിഷം ഗോകുവും ഗ്യാങ്ങും ആണെങ്കിൽ കള്ളന്മാരുമായി അവിടേക്ക് വരും. അത് കണ്ട ഹാൻസം ബോയ് അവൻ വിളിച്ചു പറയും, ഗോകു അവളൊരു കള്ളിയാണ്, അവൾ നിന്റെ ഡ്രാഗൺ ബോള് അത് മോഷ്ടിച്ച് കടന്നു കളഞ്ഞു. മാത്രമല്ല ഇവിടെ മുഴുവൻ അവൾ ബോംബ് വെച്ചിരിക്കുകയാണ്. അവളുടെ കയ്യിലുള്ള ആ ഡിവൈസ് അത് നശിപ്പിക്കണം. ഗോകു അത് കേൾക്കേണ്ട താമസം രണ്ടാമോ ചിന്തിക്കാതെ അവന്റെ ഫ്ലൈയിങ് നിംബസ് അതിൽ കയറി അവളെ ഫോളോ ചെയ്തു പോകും. ഗോകു അവളെ ഫോളോ ചെയ്ത് വരുന്നത് കണ്ട ആ വില്ലത്തി അവളാണെങ്കിൽ ഗൺ ഉപയോഗിച്ച് അവളെ ഗോകുവിനെ അച്ചരം പൊച്ചരം ഷൂട്ട് ചെയ്യും. ഗോകു ആണെങ്കിൽ വിളിച്ചു പറയും, മര്യാദയ്ക്ക് എന്നെ ഡ്രാഗൺ ബോൾ അത് തിരികെത്ത. ഒരു ബോംബ് അത് ഡിഫ്യൂസ് ചെയ്യും. പക്ഷെ അവളാണെങ്കിൽ മൈൻഡ് ചെയ്യാതെ വീണ്ടും വീണ്ടും അവനെ ഷൂട്ട് ചെയ്യും. അടുത്ത നിമിഷം ആ ഫ്ലൈറ്റ് അത് തെറ്റി വലിയൊരു ബിൽഡിങ്ങിൽ ഞെട്ടിക്കുകയാണ്. ഇവിടെ ടൈം ആണെങ്കിൽ പോയിക്കൊണ്ടേയിരിക്കുകയാണ്. ഫ്ലൈറ്റ് മുഴുവനായിട്ടും തകർന്ന് താഴേക്ക് വീഴുന്ന കണ്ട അവളെ ഗോകു ആ സ്റ്റിക്ക് ഉപയോഗിച്ച് അങ്ങനെ ലോക്ക് ചെയ്ത് നിർത്തും. അതിനുശേഷം ബോംബിന്റെ റിമോട്ട് അത് മുഴുവനായിട്ടും അവൻ തകർത്ത് കളയും. പിന്നീട് അവളുടെ അടുത്തേക്ക് വന്ന് മര്യാദയ്ക്ക് എന്റെ ഡ്രാഗൺ ബോൾ തിരിച്ചു തരാനായിട്ട് പറയും. അവളാണെങ്കിൽ അത് വിട്ടുകൊടുക്കാൻ തയ്യാറാവാതെ അങ്ങനെ ഇറുക്കി പിടിച്ചിരിക്കുകയാണ്. ഗോകു ആണെങ്കിൽ അവളെ ഇക്കിളിയിടും. അടുത്ത നിമിഷം അവളുടെ കൈവിട്ട് അത് താഴേക്ക് പോകും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത പ്രോബ്ലംസ് എല്ലാം സോൾവ് ആക്കി നമ്മുടെ ആൾക്കാരാണെങ്കിൽ ബുൽമയുടെ അടുത്തേക്ക് കടന്നു വരികയാണ്. ഫുൾ കലിപ്പിൽ വന്ന ബുൽമയാണെങ്കിൽ ഇപ്പൊ ഹാൻസം ബോയുടെ മുഖത്ത് ആഞ്ഞടിക്കും. നിന്നെ ഞാൻ ഇനി വിശ്വസിക്കില്ല. ഞാൻ ഗോകുവിനോടൊപ്പം ആ ഡ്രാഗൺ ബോൾസ് കണ്ടെത്താൻ പോവുകയാണ്. ആ ഡ്രാഗൺ ബോൾസ് എല്ലാം ചേർത്ത് വെച്ച് ഞാൻ ഡ്രാഗനോട് എന്റെ ആഗ്രഹം പറയും. ഒരു ഗേൾസും കണ്ണു വയ്ക്കാത്ത ഒരു പുരുഷൻ, അതാണ് എന്റെ ആഗ്രഹം എന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും ഫ്ലൈയിങ് നിംബസിൽ കടന്നു പോകുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.